ഇന്ന് നമ്മുടെ നാട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏറ്റവും വിചിത്രമായ, ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും മോശമായ ഒരു ഭരണ സംവിധാനം ജനാധിപത്യ വിശ്വാസികളെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭരണം കേരളം ഒരുപക്ഷെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. കാരണം ഭരണകക്ഷിയിൽ തന്നെ പെട്ട ഒരു ജനപ്രതിനിധി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനൊന്നും ഓരോ കാര്യങ്ങളും, ഓരോ ഭരണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ തെറ്റുകളും എണ്ണി എണ്ണി കാണിച്ചിട്ടും ഇതുവരെ അതിന് യാതൊരുവിധ സമാധാനവും നൽകാതെ, യാതൊരു ഉത്തരവും നൽകാതെ ആ വ്യക്തിക്കെതിരെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടത്തിൽപ്പെട്ട ഒരു MLA അദ്ദേഹത്തിനാണ് ഈ സ്ഥിതിയെങ്കിൽ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കാൻ പോകുന്നത്? ഏറ്റവും ഭയാനകമായി നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണത്. ഇത്രയും ജനസമ്മതനായി ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ ഒരു വ്യക്തി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും അതേപോലെ ബന്ധപ്പെട്ടവരെയും അറിയിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളെ യാതൊരുവിധ പരിഗണനയും നൽകാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരു MLA ഉണ്ടെങ്കിൽ തീർച്ചയായും നാം ഭയക്കണം. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ രീതിയും ഈ ഇന്നത്തെ ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. ഇതിനൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇതിനൊരു പരിഹാരം എന്താണ്? ഇതേവരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കൃത്യമായ ഒരു മറുപടി നൽകാൻ സർക്കാരിനോ ബന്ധപ്പെട്ടവർക്കോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടില്ല എങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷം പോലും ഇതിനെതിരായി തക്കതായ രീതിയിൽ പ്രതിഷേധിക്കുന്നില്ല. അല്ലെങ്കിൽ നാം കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അലമുറയിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് പല പല കാര്യങ്ങളിലും, നിസ്സാര കാര്യങ്ങൾക്ക് വരെ, നാം ഇന്ന് കാണുന്ന അത്ര രീതിയിലുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ മന്ത്രിമാർ രാജിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇന്നിതാ നോക്കൂ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ഒരു വാക്ക് ഞാൻ കേട്ടില്ല. ഇനി ആരെങ്കിലും എപ്പോഴും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ ഉയർന്നു വരുന്നില്ല. കാരണം മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, ഒത്താശയോടുകൂടിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് പ്രായമായി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം, വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് ഈ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ജനങ്ങളോട് നീതിയുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം അല്ലാതെ തന്നെ സ്ഥാനം ഒഴിയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ
ഇപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ലോകത്തിന്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണാധികാരികൾ, പ്രതിപക്ഷമാവട്ടെ ഭരണകക്ഷിയാവട്ടെ, ഇവരെല്ലാം ഒറ്റക്കെട്ടായി മെർജായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അത്ഭുതപ്പെടുത്തുന്നു. ജനങ്ങൾ ഒരു ഭാഗത്തും ഭരണാധികാരികൾ ഒരു ഭാഗത്തും. നാം ഏറ്റവും ചെറിയ ഉദാഹരണം നമ്മൾ നോക്കുക. ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആരാണ് കലക്കിയത്? വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ ആളുകൾ എന്ന് പറയുന്ന അവർ തന്നെയാണ് അവരുടെ വിശ്വാസത്തെ തകർക്കാൻ എന്ന രീതിയിൽ അവരുടെ ആ ഒരു തൃശ്ശൂർ പൂരത്തെ ഇത്രയും കാലാകാലങ്ങളായി വിശ്വാസികൾ ഏറ്റവും വളരെ വിശ്വാസത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി കേരളം ഒട്ടുക്കും കണ്ടിരുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയിരുന്ന ആ ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു ആഘോഷം വരെ കലക്കാൻ തയ്യാറാകുന്നത് അവരിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നാം ആലോചിക്കുക, ഇതിപ്പോ ലോകത്ത് ഇതേപോലെ യുദ്ധങ്ങൾ നടക്കുന്നു. ആരാണ് അവിടെ? ഇവിടെ നീതിക്കും സത്യത്തിനും ഒന്നും യാതൊരു വിലയുമില്ലാതെ ഭരണാധികാരികൾ ഒരുമിക്കുന്നു, പ്രതിപക്ഷവും ഭരണകക്ഷിയും. അതിൻ്റെ ഇന്റേണലായിട്ട് അന്തർധാര ഉണ്ടാകുന്നു. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. ജനങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട ഭരണകൂടം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കോടതി, ഇവരെല്ലാം ഭരണകക്ഷിയുടെ ആളുകളായി ഏജന്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ഇപ്പൊ നമുക്കിനി എന്താണ് വഴി? തീർച്ചയായും നാം ആലോചിക്കണം. ഇനിയെങ്കിലും നാം കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി ഇതിനെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാതെ ഇതെല്ലാം നാം ഒബ്സർവ് ചെയ്തുകൊണ്ട് കൃത്യമായി നാം ഇതിൽ ഇടപെട്ടുകൊണ്ട്, അതേപോലെ യുവാക്കളെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരോട് ഇത് ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട്, അവരിലാണ് നമുക്ക് പ്രതീക്ഷ. പക്ഷേ അവരും ശ്രീ പി വി അൻവർ പറഞ്ഞതുപോലെ കുഴിമന്തിയും മൊബൈലുമായി അവർ മുഴുകിക്കഴിഞ്ഞു. ഇവിടെ എന്ത് നടക്കുന്നു, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെയാണ് ഇന്നത്തെ യുവത പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അലസന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയം വേറൊരു രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ. അത് എടുക്കപ്പെട്ടു. പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം തീർച്ചയായും കലാലയങ്ങളിൽ നിന്ന് എടുത്തതിന് ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ വേറൊരു വിനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഞാൻ വീണ്ടും പറയുന്നു, യഥാർത്ഥത്തിൽ യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൃത്യമായ രാഷ്ട്രബോധവും രാഷ്ട്രീയവും, എന്താണ് ശരിയായ ഭരണം, എന്താണ് നമ്മുടെ അവകാശങ്ങൾ, നാം ആർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള കൃത്യമായ മാർഗദർശനം കൊടുത്തുകൊണ്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അത് മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഒരു നല്ല ഭരണം ഉണ്ടായി വരും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ അനീതിക്കെതിരെ പോരാടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.